വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകമാണ് വാർത്താ സമ്മേളനം. ആരോപണങ്ങൾക്ക് മറുപടി പറയുമോ എന്ന് ആകാംക്ഷയാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, മുഖ്യമന്ത്രി എന്തു പറയുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്? വിവരങ്ങൾ. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകമാണ് മാധ്യമങ്ങളെ കാണുന്നത്. ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുമോ എന്നതിലാണ് ആകാംക്ഷ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, മുഖ്യമന്ത്രി എന്തു പറയുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും 11 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്പം സമയമാറ്റം ഏകദേശം 11:30യോളം അടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ മന്ത്രിസഭാ യോഗം പുരോഗമിച്ച് വരികയാണ്. നിരവധിയായ വിഷയങ്ങൾ, അജണ്ടകൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പ്രത്യേകിച്ചും DGPയുടെ റിപ്പോർട്ട്, അതായത് ADGPയുടെ ഇടപെടലുകൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അനധികൃത സ്വത്ത് സമ്മാനം ഇവയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതുകൂടി ചർച്ച ചെയ്ത് അതിനൊരു പരിസമാപ്തി കണ്ടെത്തിയതിന് ശേഷം മാത്രമായിരിക്കും മുഖ്യമന്ത്രി ഒരു പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് എത്താനുള്ള സാധ്യത. അതുകൊണ്ടാണ് സമയം അല്പം ഒന്ന് മുന്നോട്ടാക്കി 11:30 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു മാസം സംസ്ഥാനം സംഭവബഹുലമായിരുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയ തലത്തിലായാലും മറ്റ് ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വലിയ സംഭവബഹുലമായ ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം PV അൻവർ തുടങ്ങി വെച്ച അല്ലെങ്കിൽ തൊടുത്തുവിട്ട വിവാദങ്ങൾ അത് കൊട്ടിക്കയറുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടത്, രാഷ്ട്രീയ സമൂഹം കണ്ടത്. രാഷ്ട്രീയ സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു എന്നും മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇന്ന് ഇതിനെല്ലാം കൂടി ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം 11 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞിരുന്ന മന്ത്രിസഭാ വാർത്താ സമ്മേളനം വീണ്ടും അരമണിക്കൂർ കൂടി നീളുന്ന കാര്യങ്ങൾ എത്തുമ്പോൾ വിശദമായ ചർച്ച ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയും. കാരണം ഏറ്റവും വലിയ ആവശ്യം CPI അല്ലെങ്കിൽ പാർട്ടിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI ഉന്നയിച്ച പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം, അത്തരത്തിലൊരു ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ADGP ഈ കാര്യങ്ങളിൽ ഇത്ര പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ഇടപെടാതെ മുങ്ങിയ ഒരു സാഹചര്യം. ഇതൊക്കെ നിലനിൽക്കുന്നത് കൃത്യമായും ക്രമസമാധാന പാലനത്തിൻ്റെ ADGP ആയിരുന്ന MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന കൃത്യമായ ആവശ്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ എന്തായാലും CPIയുടെ മന്ത്രിമാർ ഇതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഇത്തരത്തിൽ ഒരു വലിയ ആവശ്യം CPI തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിസഭ മുഖവിലേക്ക് എടുക്കണം, ചർച്ച ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഒപ്പം നടപടികളും ആവശ്യപ്പെട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ആ വിഷയം ചർച്ച ചെയ്യാമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ADGPക്കെതിരെയുള്ള DGPയുടെ ഒരു അന്വേഷണം ഉണ്ട്, ആ റിപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ADGPക്കെതിരെ നടപടി എടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ CPIയുടെ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇന്ന് വീണ്ടും മന്ത്രിസഭാ യോഗം ചേരുന്നത്. എന്തായാലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഈ മന്ത്രിമാരുടെ ആവശ്യം, അതായത് ഒന്നുകൂടി പരിഗണിക്കണം എന്ന് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു. MR അജിത് കുമാറിനെ മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് CPI എടുത്തിരിക്കുന്നു. CPI മന്ത്രിമാരും അതേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഈ വിഷയം ചർച്ചയാകും. അത് വലിയ തരത്തിൽ ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയായിരുന്നത് ആഭ്യന്തര വകുപ്പുമായി ഉണ്ടായ വീഴ്ചകളായിരുന്നു. പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ ഉണ്ടായ കാര്യങ്ങൾ. അതിന് തൊട്ടു പിന്നാലെ 5 മാസം ത്തിന് ശേഷം
ADGP MR അജിത് കുമാർ തന്നെ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ട്. ആ 1600 പേജ് വരുന്ന റിപ്പോർട്ടിനകത്ത് ചില ചിത്രങ്ങൾ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, സംഭവങ്ങൾ, ചില മൊഴികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു, ചില ശബ്ദരേഖകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് DGP അത് വായിക്കുകയും അത് പിന്നീട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകുകയും ആഭ്യന്തര സെക്രട്ടറി ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല, മറ്റൊരു റിപ്പോർട്ട് കൂടി വേണം, ഇത് ശരിയല്ല എന്ന തരത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ MR അജിത് കുമാറിനെതിരെ DGP തന്നെ ഒരു അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. ആ റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തിക്കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിന് തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യത വളരെ വലുതാണ്. എന്നാൽ മാറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരു മാസമായി MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണ ശരങ്ങൾ ചെറുതല്ലായിരുന്നു. പ്രത്യേകിച്ചും PV അൻവർ MLA ഉയർത്തിവിട്ട ആരോപണം കൃത്യമായും അത് സ്വർണ്ണ തട്ടിപ്പ്, ഒപ്പം അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട അവിടെ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ADGPയും അന്നത്തെ SP ആയിരുന്ന മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിൻ്റെ ഇടപെടലുകൾ, തുടർന്ന് സുജിത് ദാസിനെ അന്ന് സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും അതുകൊണ്ട് വിവാദങ്ങൾ അവസാനിച്ചില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുപറ്റുന്നവരാണ്. ഒപ്പം സമീപ സമയങ്ങളിൽ മലപ്പുറത്ത് നടന്ന ചില തിരോധാനങ്ങൾ, ചില മരണങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിലെയൊക്കെ പങ്കെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ പി ശശിക്ക് പിന്നിലും ഒപ്പം MR അജിത് കുമാറിൻ്റെ പിന്നിലുമൊക്കെ ആരോപണങ്ങളായി ഉയർന്നു വന്നത് വളരെ അധികം വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഓരോ ദിവസവും PV അൻവർ വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ ആരോപണങ്ങൾക്കൊന്നും തന്നെ അന്ന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. എങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. പാർട്ടിക്കകത്ത് ഉന്നയിക്കേണ്ട ആഭ്യന്തര വിഷയങ്ങൾ പാർട്ടിക്ക് പുറത്ത് ഒരു MLA നിലയ്ക്ക് PV അൻവർ ഉന്നയിച്ചത് ശരിയായ നടപടിയല്ല എന്നും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിലെടുക്കുന്ന തീരുമാനം വളരെ ശ്രദ്ധേയമായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം 2 റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം CPIയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം ഒരു സ്വതന്ത്ര ഏജൻസി ആയിരിക്കണം. അത്തരത്തിലൊരു ഏജൻസി എന്ന് പറയുമ്പോൾ ജുഡീഷ്യറി സ്വഭാവമുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെ ഈ വിഷയം അന്വേഷിക്കണമെന്ന ആവശ്യം CPI മുന്നോട്ട് വയ്ക്കുന്നു. CPI മാത്രമല്ല, കോൺഗ്രസും ഒക്കെ ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്നത് നിയമസഭ ചേരുന്ന ദിവസങ്ങളാണ്. നിയമസഭയിൽ ഇത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാൻ കഴിയും, മനസ്സിലാക്കാവുന്ന. അതുകൊണ്ട് തന്നെ ഒരു ADGPയുടെ പേരിൽ എത്ര നാൾ ADGPയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നൊരു ചോദ്യം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ മുതൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം CPIയും ഇതേ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ നിർണായകമായ ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോഴേക്കും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രിക്ക് ചില തീരുമാനങ്ങൾ എടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ എത്തുമോ എന്നുള്ളത് നമുക്ക് വാർത്താ സമ്മേളനത്തിലൂടെ അറിയാൻ കഴിയും. എന്തായാലും നിർണായകമായ ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിലൊരു മാറ്റമുണ്ടാകില്ല. മാത്രവുമല്ല, നേരത്തെ PV അൻവറിന് MLA ആയിരുന്നു, ഇടത് സഹയാത്രികനായ MLA എന്ന ഒരു ആഭരണം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതില്ല. കാരണം ഇടതുമുന്നണിയിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. പാർട്ടി പ്രവർത്തകനല്ല എങ്കിൽ പോലും ഇടതുമുന്നണിക്കൊപ്പം ഇല്ല, മന്ത്രിസഭയ്ക്ക് സർക്കാരിനൊപ്പം ഇല്ല എന്നൊക്കെ അൻവർ പ്രതികരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അൻവറിനെതിരെ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായില്ല. വലിയ വായിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി അൻവറിനെതിരെ ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിർണായകമായ വിഷയങ്ങളിലും സ്ഥിതിഗതികളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി PR ഏജൻസികളുടെ ഇടപെടൽ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതും മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതും PR ഏജൻസിയുടെ ഇടപെടൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ഹിന്ദു ദിനപത്രത്തിൽ വരുന്നു. ആ അഭിമുഖത്തിൻ്റെ തൊട്ടു പിന്നാലെ ഒരു റീജിയൻ, ഒരു മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലയിലെ ഒരു ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹവാല ഇടപാടുകളും സ്വർണ്ണം കടത്തിടപാടുകൾക്കുമായി കിട്ടുന്ന പണം വിനിയോഗിക്കുന്ന തരത്തിലേക്ക് പറഞ്ഞു വെച്ചപ്പോഴേക്കും തരത്തിലേക്കൊരു അഭിമുഖം വരുന്നു. ആ അഭിമുഖമാണ് വലിയ തരത്തിൽ വിവാദമായി ലീഗും SDP യും കോൺഗ്രസും
പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഒരുപോലെ എടുത്തു പിടിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അപ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, ഹിന്ദു ദിനപത്രത്തോട് മറുപടി ചോദിക്കുന്നു, ഒപ്പം മാപ്പ് പറയണമെന്നുള്ള അപേക്ഷ ഉന്നയിക്കുന്നു. അത്തരം മാപ്പ് പറയുന്ന തരത്തിലേക്ക് ഹിന്ദു ദിനപത്രം എത്തുന്നു. അവർ കൃത്യമായി അതിന് മറുപടി നൽകുന്നു. ആ മറുപടിയിൽ വ്യക്തമായ സൂചന നൽകുന്നു. അവരുടെ ലേഖിക തയ്യാറാക്കിയ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് PR ഏജൻസി നൽകിയ ചില വാക്കുകൾ കൂടി ചേർക്കേണ്ടി വന്നു. ആ കൂട്ടിച്ചേർക്കലിലാണ് ഈ വിവാദ ഭാഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ആ വിവാദ ഭാഗങ്ങളാണ് വലിയ തരത്തിൽ ചർച്ചയാവുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ PR ഏജൻസി എത്തിയത്? PR ഏജൻസിയുടെ പങ്കെന്തായിരുന്നു? PR ഏജൻസിക്ക് ആരാണ് പ്രതിഫലം നൽകുന്നത്? എന്തിനു വേണ്ടി CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടി PR ഏജൻസി ഉപയോഗിക്കുന്നു? PRDA പോലുള്ള ശക്തമായ ഒരു വിഭാഗം വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സർക്കാരിനുള്ളപ്പോൾ എന്തിനൊരു PR ഏജൻസി വെച്ചിരിക്കുന്നു? ഇത്തരത്തിൽ നിരവധിയായ ചോദ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നൊന്നായി ഉന്നയിച്ചു എന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം വലിയ തരത്തിൽ ചർച്ചയായിരിക്കുന്നു. ഇപ്പോൾ ആ വിവാദമായ അല്ലെങ്കിൽ ആ PR ഏജൻസി തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറാകുന്നില്ല. ആരാണ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടിയില്ല. ഏജൻസിക്ക് ആരാണ് പ്രതിഫലം നൽകുന്നതെന്ന കാര്യത്തിൽ മറുപടിയില്ല. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടെത്തിയ മന്ത്രിമാർ തന്നെ, മന്ത്രി റിയാസും ഒപ്പം മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് PR ഏജൻസി ആവശ്യമില്ല, ഇത് മുഖ്യമന്ത്രിയെ തരം താഴ്ത്തി കിട്ടുന്നതിന് വേണ്ടി ചില ആളുകൾ, ചില മാധ്യമങ്ങൾ നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മുഖമന്ത്രി റിയാസ് ഉന്നയിക്കുന്നു. ശിവൻകുട്ടിയും അത്തരത്തിൽ വിവാദങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് PR ഏജൻസി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. അത്തരത്തിൽ വിവാദങ്ങളുടെ മേൽ വിവാദങ്ങൾ PR ഏജൻസിയെ ചൊല്ലിയും ചുറ്റിപ്പറ്റിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള മറുപടിയായിരിക്കും മുഖ്യമന്ത്രി നൽകുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഒരു പക്ഷേ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ സമീപകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന PV അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന ഒരു തരത്തിലെ വിവാദങ്ങളിലെ പലതരത്തിൽ P ശശിക്കെതിരെ കഴിഞ്ഞ ദിവസം നൽകിയ CPM നൽകിയ ഒരു പരാതി, ആ പരാതി പുറത്തുവിട്ടിരിക്കുന്നു. ആ പരാതിയിൽ വ്യക്തമായ ഭാഷയിൽ ശശിയെക്കുറിച്ച് കൃത്യമായ ഭാഷയിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്നു. കാരണം P ശശിക്ക് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്ന ആളുകളെ P ശശി പലപ്പോഴും മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിക്കുന്നില്ല. സ്ത്രീകളോടുള്ള മുഖ്യമന്ത്രിയുടെ ഈ P ശശിയുടെ ഇടപെടലുകൾ, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ വ്യക്തമായി കുറിപ്പിനകത്ത്, ആ പരാതിക്കുറിപ്പിനകത്തുകൊണ്ട് അതെല്ലാം അൻവർ തുറന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാവാൻ സാധ്യതയുണ്ടായിരുന്നു, അത് ചർച്ചയാവുകയും ചെയ്തു. അങ്ങനെ നിലവിൽ നിരവധിയായ വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലും ഒപ്പം മുഖ്യമന്ത്രിയുടെ മുന്നിലും ആരോപണങ്ങളായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നൽകേണ്ടി വരുമെന്നൊരു സാഹചര്യം കൂടിയാണ്. എന്തായാലും 11:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. ഈ സമയത്ത് തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് തന്നെ രണ്ട് പാർട്ടികളുടെയും, ഇടതുമുന്നണിയിലെ രണ്ട് കക്ഷികളുടെയും, പ്രത്യേകിച്ച് CPM-ൻ്റെയും CPI-യുടെയും സംസ്ഥാന സമിതി യോഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPM-ൻ്റെയും CPI-യുടെ സംസ്ഥാന സമിതി യോഗവും തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഈ രണ്ട് യോഗങ്ങളും കൃത്യമായി എടുത്തു പറയുക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ മുന്നിൽ CPI നേതാവ് തന്നെ CPI പലപ്പോഴായി പല പ്രാവശ്യം പല തരത്തിൽ ആണ് ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ചത്. പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട അലമ്പായതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണം CPI പല മേഖലകളിൽ പലതരത്തിൽ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും അവരുടെ ദിനപത്രത്തിലൂടെ തന്നെ പല ആവർത്തി മുഖക്കുറിപ്പായിട്ടും ഒപ്പം എഡിറ്റോറിയൽ പേജിൽ പ്രത്യേക ലേഖനങ്ങളായിട്ടും ഒക്കെ തന്നെ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. അത്തരം പ്രസിദ്ധീകരണങ്ങൾക്ക് പോലും മറുപടി നൽകാൻ പാർട്ടിയോ CPM-ഓ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നതും മറ്റൊരു കാര്യം. എന്തായാലും ഈ തൃശ്ശൂർ പൂരം അലമ്പായത് അല്ലെങ്കിൽ അലങ്കോലപ്പെട്ടത് CPI-ക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നുള്ള ചിന്ത തന്നെയാണ് അവരുടെ നേതാക്കൾക്ക് വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടിവരും. എങ്ങനെ അദ്ദേഹം ഇതൊക്കെ വിശദീകരിച്ചെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലേറെ പ്രധാനം മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ, ADGP-യുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ, ദ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് PR ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടായ വിഷയത്തിൽ ഏതു തരത്തിലുള്ള പ്രതികരണം മുഖ്യമന്ത്രി നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ തക്കതായ ന്യായീകരണങ്ങളുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അത് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന വിധത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാനാകുമോ, അതോ ചോദ്യങ്ങൾ കൊണ്ട് വീണ്ടും അദ്ദേഹം കുഴഞ്ഞു പോകുമോ, പത്രക്കാരെ, മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് വീണ്ടും വാർത്തകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇതൊക്കെയാണ് പ്രധാനം. ബിനോയ്, മുഖ്യമന്ത്രി എന്തൊക്കെ ആരോപണങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്? തീർച്ചയായും, അതായത് മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആഭ്യന്തര വകുപ്പാണ് ഈ കഴിഞ്ഞ ഒരു മാസമായി
ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങളാൽ ചുറ്റിവരിയപ്പെട്ട നിലയിലുള്ളത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ADGP MR അജിത് കുമാർ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ആഭ്യന്തര വകുപ്പെടുത്ത തീരുമാനങ്ങൾ, ആഭ്യന്തര വകുപ്പ് നടത്തിയ അന്വേഷണങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ എല്ലാം തന്നെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് വലിയ ചോദ്യങ്ങൾക്ക് മുന്നിലാണ്, അല്ലെങ്കിൽ വലിയ തരത്തിൽ മറുപടി പറയേണ്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി. പ്രത്യേകിച്ചും ഈ PR ഏജൻസിയുടെ ഇടപെടൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ, PRDയെ പോലുള്ളൊരു സംവിധാനം സംസ്ഥാനത്തുള്ളപ്പോൾ എന്തിനാണ്, പ്രത്യേകിച്ചും PRDയിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ, വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൊക്കെ ജോലിയെടുത്തവരും കൃത്യമായി വാർത്തകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരുമാണ് PRDയിലെ ഉദ്യോഗസ്ഥരെ തന്നെ. അത്തരത്തിൽ വിദഗ്ധരായ PRD ഉദ്യോഗസ്ഥർ നിലവിലുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു സ്വകാര്യ PR ഏജൻസിയെ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തി? അതിൽ വിവാദമായി തന്നെ മലപ്പുറവുമായി, ആ റീജിയനുമായി ബന്ധപ്പെട്ട് ഒരു ഹിന്ദുവിനെ പോലുള്ളൊരു ദേശീയ ദിനപത്രത്തിൻ്റെ അഭിമുഖത്തിൽ ഒരു PR ഏജൻസി ഈ ഭാഗം കൂടി, അല്ലെങ്കിൽ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്ന് PR ഏജൻസി എന്തുകൊണ്ടാണ് ഇത്രയും ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അപ്പോൾ ഈ PR ഏജൻസി എന്തിനാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ വിഷയങ്ങളിലേക്ക്, മുഖ്യമന്ത്രി സംസാരിക്കുന്ന വിഷയങ്ങളിലേക്ക്, മുഖ്യമന്ത്രിയുടെ അഭിമുഖങ്ങളിലേക്ക് കടന്നെത്തുന്നത് എന്നുള്ള കാര്യം വലിയ തരത്തിൽ ചർച്ച ചെയ്തു. അതിന് കൃത്യമായും മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. മാത്രവുമല്ല, മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. അദ്ദേഹം കരുതിക്കൂട്ടി തന്നെ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഏറെ പുകമറകളുണ്ട്, നമുക്കറിയാം. പുകമറകൾ ഒട്ടേറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി, ഈ PR ഏജൻസിയെ ചുറ്റിപ്പറ്റി, ADGPയെ ചുറ്റിപ്പറ്റി, അതുപോലെ മലപ്പുറത്തെ വിഷയം, എനിക്ക് തോന്നുന്നു മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അദ്ദേഹം ഉയർത്തിയിരുന്നു. അത് വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കൃത്യമായ മറുപടി പറയും എന്ന് പറയാം. ഈ വിഷയങ്ങളിൽ 1, 2, 3, 4 എന്ന് എണ്ണി പറഞ്ഞാൽ മലപ്പുറം ഉൾപ്പെടെ, ADGP ഉൾപ്പെടെ, PR ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സൈഡിൽ നിന്നോ ഈ കാര്യങ്ങളിലൊന്നും വലിയ വിശദീകരണങ്ങളൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയെ കേൾക്കുന്നതിന് മുമ്പ്, തൊട്ടുമുമ്പായി ഈ ഉയർന്ന വിവാദങ്ങളിൽ എന്തൊക്കെ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ, സൂചനകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കാണേണ്ടി വരും. തീർച്ചയായും ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ 1 മാസമായി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കുമെതിരെ, മറ്റു മന്ത്രിമാർക്കെതിരെ ഒന്നും ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉയർന്നു വന്നിട്ടില്ല. ആ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് PV അൻവർ എന്ന് പറയുന്ന ഇടത് സഹയാത്രികരനായ MLA ആയിരുന്നു. അന്ന് ഉയർത്തിവെച്ച ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് മരമുറിയായിരുന്നു. മലപ്പുറം SP-യുടെ ഔദ്യോഗിക വസതിയുടെ സമീപത്ത് നിന്നും മരങ്ങൾ മുറിച്ചു വിറ്റു എന്നുള്ളൊരു വിഷയത്തിൽ തുടങ്ങിയത്. അതായത് ഒരു മരമുറിയിൽ തുടങ്ങിയത് പിന്നീട് അതിൻ്റെ വളർച്ച വലുതായിരുന്നു. സ്വർണം പൊട്ടിക്കലിൽ എത്തിച്ചേർന്നു, പിന്നീട് തിരോധാനങ്ങളിൽ എത്തിച്ചേർന്നു, കൊലപാതകങ്ങളിൽ എത്തിച്ചേർന്നു, പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു PR ഏജൻസിയിലേക്ക്. അതായത് എങ്ങും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആദ്യം ആരോപണം ഉന്നയിച്ച PV അൻവർ അന്ന് ഇടതു സഹയാത്രികരനായിരുന്ന MLA ആയിരുന്നു. അവിടെ തുടങ്ങി ഇപ്പോൾ ഇന്ന് MLA അല്ലാത്ത അൻവർ ഓരോ ദിവസവും മുഖ്യമന്ത്രിക്കെതിരെ ഓരോ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഓരോ തരത്തിലുള്ള ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെയും ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് PV അൻവർ തുടങ്ങി വെച്ചത് പിന്നീട് പ്രതിപക്ഷവും ഒപ്പം BJPയും ഏറ്റുപിടിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയത് തൃശ്ശൂർ പൂരം കലക്കലിന് തൊട്ടു പിന്നാലെ 4-ാം തീയതി, സെപ്റ്റംബർ 4-ാം തീയതി പ്രതിപക്ഷ നേതാവ് ഉയർത്തിവിട്ട ഏറ്റവും വലിയ വിവാദമായിരുന്നു RSS നേതാക്കളുമായി സംസ്ഥാനത്തെ ADGP നടത്തിയ കൂടിക്കാഴ്ച. പ്രത്യേകിച്ചും 2023 നടത്തിയ ആ ഒരു കൂടിക്കാഴ്ച, അതിനെന്ത് പ്രസക്തി 2024 എന്ന് ചോദിക്കുമ്പോഴും അവിടെ ഒരു കാര്യമുള്ളത്, കൃത്യമായി അവർ CPI ഉന്നയിച്ചൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ കൃത്യമായി അറിയാവുന്ന ഒരു ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP, സർക്കാർ എപ്പോഴും പ്രതിപക്ഷമായി കാണുന്ന, അല്ലെങ്കിൽ വളരെ വിദൂരതയിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആ BJPക്ക് നേതൃത്വം നൽകുന്ന RSSൻ്റെ 2 പ്രമുഖരായ നേതാക്കളെ ADGP പോയി കാണുക എന്നുള്ളത്, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരൻ പോയി കാണുക എന്നുള്ളത് ഒരു ചെറിയ വിഷയമായി CPI കണ്ടില്ല, അപ്പം കോൺഗ്രസ് കണ്ടില്ല. കോൺഗ്രസ് തൊടുത്തുവിട്ട ആ ശരം അത് ഏറ്റുപിടിക്കാൻ CPI തയ്യാറായി എന്നുള്ള
എന്നുള്ളതാണ് CPIക്ക് അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ കോലായി അത് മാറി. കൃത്യമായി CPI തൃശ്ശൂരിൽ ഏറ്റെടുത്ത ആ അല്ലെങ്കിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയം തൃശ്ശൂരിലെ പൂരം അലങ്കോലപ്പെട്ടതായിരുന്നെങ്കിൽ അതിന് കൂടെ ഇത് കൂട്ടിച്ചേർത്തപ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വല്ലാത്ത പിരിമുറുക്കത്തിലായി. ആ പിരിമുറുക്കത്തിന് അയവ് വരണമെങ്കിൽ, ആ പിരിമുറുക്കത്തിന് രക്ഷ നേടണമെങ്കിൽ കൃത്യമായും CPI ഉന്നയിക്കുന്ന ഒന്നാമത്തെ ആവശ്യം ആ കൂടിക്കാഴ്ച നടത്തിയ പൂരം അലങ്കോലപ്പെടുമ്പോഴേക്കും അവിടെ നിന്നും മുങ്ങിപ്പോയി എന്ന് CPI അവകാശവാദം ഉന്നയിക്കുന്ന MR അജിത് കുമാർ എന്ന് പറയുന്ന ബിനോയ്, നമുക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്. സമയം 11:30 അടുക്കുകയാണ്. നമുക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് അല്പസമയത്തിനകം പോകേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് ബിനോയിലേക്ക് മടങ്ങി വരാം. എന്തായാലും ബിനോയ് അവസാനം സൂചിപ്പിച്ചതുപോലെ CPI പഴയ CPI അല്ല ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാട് CPI എടുക്കുന്നുണ്ട്. ഇന്ന് CPIM നേതൃയോഗം ചേരുന്ന ദിവസമാണ്, CPI നേതൃയോഗം ചേരുന്ന ദിവസമാണ്. തീർച്ചയായും ഈ നേതൃയോഗങ്ങളിൽ എന്തൊക്കെ വിഷയം ഉയരും എന്നത് സ്വാഭാവികമായും എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എങ്ങനെ CPM നിലപാടെടുക്കും, എങ്ങനെ CPI നിലപാടെടുക്കും, അവർ നിലപാട് കടുപ്പിക്കുമോ, ഇതൊക്കെയാണ് പ്രധാനമായി അറിയേണ്ടത്. വിനോയ്, ഞാൻ പെട്ടെന്ന് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. Hold on. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ go with the experts.